വെൽക്കം ടു ഷഗൂസ് കിച്ചൺ മാറ്റിക്സ്. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ഒരു അറേബ്യൻ ഡിഷ്, അറേബ്യൻ റൈസ്. പേരാണ് പ്രോൺസ് കബ്സ റൈസ്. ഇത് സാധാരണ ഞാൻ ചിക്കനിലാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. നമ്മളിവിടെ വ്യത്യസ്തമായി നല്ല ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. ഇതിന് സാമാന്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുക. ഏതായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. വരൂ, നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കബ്സ റൈസിനുള്ള മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി തന്നെ വേണം. 1.5 ടീസ്പൂൺ കുരുമുളക്, പിന്നെ എല്ലാ ഗരം മസാലയും, കുറച്ച് ഫെനൽ സീഡ്, ഒരു ബേ ലീഫിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സ്റ്റാർ അനീസ്, 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, ഒരു 6 ഗ്രാമ്പും, ഒരു 7-8 ഏലക്ക. ഇത്രയുമാണ് കബ്സ മസാലയുടെ വേണ്ടുന്ന ചേരുവകൾ. ഇത് നമ്മൾ ആദ്യമായി തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എണ്ണ ഒഴിക്കേണ്ട, വെറുതെ വറുത്താൽ മാത്രം മതി. നന്നായിട്ട് ചൂടായി വരണം. ഈ മല്ലിയുടെ കളർ ഒന്ന് ഇളം ചുവപ്പ് നിറമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 10-12 വെളുത്തുള്ളി, കുറച്ച് 6 ഗ്രീൻ ചില്ലിയും എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കൂടെ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ചേർക്കുക. ഒരു കഷ്ണം ബട്ടറും, ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ. ഇതാണ് കബ്സ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെമ്മീൻ. ഇതൊരു 3 മണിക്കൂർ മുമ്പേ തന്നെ വൃത്തിയാക്കി നാരും തോലും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേറ്റ് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി, അതായത് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഒരു സ്പൂണോളം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ ചെമ്മീൻ മുഴുവനായിട്ട് ചേർക്കാതെ ഒരു 5-6 ചെമ്മീൻ നമ്മളിവിടെ മാറ്റി വെക്കണം. അത് പിന്നീടത്തേക്കുള്ള ആവശ്യത്തിനാണ്. ഇതെല്ലാം ഒന്ന് നന്നായി ഫ്രൈ ആവണ്ട, എന്നാലും വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് 1 സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം ചേർത്താൽ മതി. അതിലേക്ക് 2 ഗ്ലാസ് അരിയുടെ കബ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു 15 മിനിറ്റ് മുമ്പേ കഴുകി കുതിർത്ത് വെച്ചതാണ്. ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് ചൂടായാൽ മാത്രം മതി, ഒത്തിരി ഫ്രൈ ആവുകയൊന്നും വേണ്ട. അരിയിലേക്ക്
ഒന്ന് ചൂടാവുമ്പോൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്സ മസാലയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. കപ്സ മസാല നേരത്തെ അത് ഫൈൻ പൗഡർ ആവേണ്ട, ഒരു തരിതരിപ്പായി മാത്രം പൊടിച്ചാൽ മതി. ഒരു 2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതവിടെ ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ അരി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടായാൽ മാത്രം മതി. നമുക്കിത് അടുപ്പിലേക്ക് ഇറക്കാം. വേറൊരു പാത്രം, ഇതിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്, കബ്സ ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊരു പാത്രം അടുപ്പിൽ വെച്ചു. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാലും മതി. കൂടെ കുറച്ച് എണ്ണയും. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. ചൂടായി വരുമ്പോൾ ഒരു 4 സവാള, ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞു വെച്ചതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചെമ്മീനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്സ മസാല കുറച്ച് മാത്രം ഇവിടെ വെച്ചാൽ മതി. ബാക്കി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ചേർത്ത പൊടികളുടെ
പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഒരു 5 ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് ചെറുതായി നുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഈ ഗ്രേവിക്ക്, അതായത് ഈ റൈസിന് നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നതായിരിക്കും ചെമ്മീൻ്റെ. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടാണ് വെള്ളത്തിന് പകരം ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെമ്മീൻ ഒരു 4-5 ചെമ്മീൻ മാറ്റി വെച്ച് ചെറുതായി നുറുക്കി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് കാത്തി. തക്കാളിയും ബാക്കി ചേരുവകളും എല്ലാം തന്നെ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്, വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് സ്ലോ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, അതിന് 4 ഗ്ലാസ് വെള്ളം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പ് പാകമായിട്ടുണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. എനിക്കിവിടെ നല്ല പാകത്തിന് ഉപ്പുണ്ട്, അത് കാരണം ഞാൻ ചേർക്കുന്നില്ല. ഒരു വലിയ മൂടി വെച്ച് അടച്ച് വേവിക്കാം. തുറന്ന് നോക്കി ഇതിനകത്തേക്ക് 2 ഉണങ്ങിയ നാരങ്ങ, ഓരോ സ്ലിറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് ചേർക്കുന്നതിന് മുമ്പേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതിലേക്ക് 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 3/4 വേവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റം ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയും കൂടി വേവാൻ നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ ഒന്നാവാനുണ്ട്. ഈ സമയം നല്ല ഇളക്കി നോക്കി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില കുറച്ച് ചേർത്ത് ഗ്യാസ് സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം കാത്തിരിക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കാം. ഒന്നുകൂടെ ഇതിൻ്റെ വെള്ളം ഒന്ന് ആറാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഈ കബ്സ മസാലയുടെ പൊടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 3 മിനിറ്റ് കൂടെ കാത്തിക്കാം. നല്ല മണം വരുന്നുണ്ട് മസാലയുടെയും ചെറുനാരങ്ങയുടെയും ഒക്കെ.
സിമ്മിൽ വെച്ച് ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് കാത്തിക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു ചട്നി റെഡിയാക്കാം. അതിനുവേണ്ടി 3 തക്കാളി ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തക്കാളി നമ്മൾ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിലൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു മിക്സിയുടെ ജാറിൽ 3 തക്കാളിയും ഒരു 3 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. അങ്ങനെ നമ്മുടെ അറേബ്യൻ ഡിഷായ പ്രോൺസ് കപ്സ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ വീട്ടിലിത് പരീക്ഷിച്ച് നോക്കുക, ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം കഴിക്കാനുള്ള ചട്നിയും. ഈ ചട്നിയിൽ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കേണ്ടതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.